ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. സോ ഞാൻ രാവിലെ ഒരു 6:30 ആയപ്പോഴത്തേക്കും എഴുന്നേൽക്കും. ഇത് സാറ്റർഡേ ആണ് കേട്ടോ. ഞാൻ ഒരു ദിവസം വീട്ടിൽ നിൽക്കുന്ന ദിവസമാണ്. അപ്പം അല്ലാത്ത ദിവസം അങ്ങനെ ഒരു ദിവസം അങ്ങനെ കറക്റ്റ് ടൈമൊന്നുമില്ല. എന്നാലും വീട്ടിൽ നിൽക്കുന്ന ദിവസം ഞാൻ കുറച്ചുകൂടെ നേരത്തെ എഴുന്നേൽക്കാനായിട്ട് നോക്കും. അങ്ങനെയാണെങ്കിൽ എൻ്റെ കുറേ പരിപാടീസ് നടക്കും. ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ എഴുന്നേറ്റു. ഒരു 6-6:30 ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ 6-6:30 തോന്നുന്നു. എഴുന്നേറ്റതേ ഉള്ളൂ. എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്തു. ഇനി താഴോട്ട് പോകാം. ഇവിടെ നല്ല മഴയായിരുന്നു നല്ല രാത്രി. രാവിലെ എഴുന്നേക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ട് തോന്നി. ഇനി താഴോട്ട് പോയി കാര്യങ്ങളൊക്കെ നോക്കാം. അങ്ങനെ ഞാൻ താഴേക്ക് വന്നപ്പം പച്ചക്കറിയൊക്കെ വെച്ചതൊക്കെ അത്യാവശ്യം നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പം നല്ല മഴയാണ് കേട്ടോ, ഭയങ്കര മഴയാണ്. വെയിലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇപ്പം മഴ എന്ന് പറയേണ്ട അവസ്ഥയായി. അപ്പം അത്യാവശ്യം നല്ല മഴയാണ്. ഈ മഴയാകുമ്പോഴുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ചെടികളുടെ ഇടയ്ക്കൊക്കെ ഈ കുട്ടി ഈ കുഞ്ഞ് ചെടി മറ്റേ പോച്ച പോലുള്ള സാധനം വളരും. അപ്പോൾ ഇത് പറിക്കുക, ഇതൊക്കെ ഇങ്ങനെ പറിച്ച് കളയാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുതന്നെ ഇടയ്ക്കൂടെ വഴുക്കലും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഞാനങ്ങനെ ഓരോന്നിൻ്റെ നമ്മളുടെ നല്ല ചെടിയുടെ കൂടെ വേറെ കുറേ ആവശ്യമില്ലാത്ത ചെടികളും കൂടെ വളർന്നു വരും. അതൊക്കെ ഇങ്ങനെ പറിക്കാനായിട്ട് തുടങ്ങിയാണ്. അപ്പോൾ ഏകദേശം ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഇതിൻ്റെ കലാപരിപാടിയിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഈ അറ്റം മുതൽ ആ അറ്റം വരെയുള്ള എല്ലാത്തിനകത്തും പറിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഊപ്പാട് വരും. പിന്നെ ഈ മഴ പെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ ചട്ടിയിൽ വെച്ചിരിക്കുന്ന ചെടികളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിനകത്തു നിന്നുള്ള മണ്ണ് മൊത്തത്തി എന്താ പറയുക, താന്നു പോവുക, അല്ലെങ്കിൽ ഈ മഴയുടെ ഒപ്പം ഒലിച്ചു പോവുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടായിട്ട് ചെടികൾ കൂടുതലും അങ്ങ് ചാഞ്ഞ് വീഴും. അപ്പം നമ്മൾ പിന്നെ ഒരു സപ്പോർട്ട് കൊടുത്ത് നിർത്താതിരുന്നാൽ ചെടികൾ കൊടുക്കുക. അതായത് നമ്മൾ ഒരാഴ്ച ഒരു ദിവസം ഇട്ടാൽ കൂടിയും പറ്റില്ല. അതായത് എല്ലാ ആഴ്ചയും നമ്മളിത് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഓരോ മഴയിൽ നല്ലൊരു എമൗണ്ട് ഓഫ് സോയിൽ അതിൻ്റെ കൂടെ ഒലിച്ചു പോകാറുണ്ട്. അതിന് സപ്പോർട്ടൊക്കെ ചെയ്യണം. അപ്പം ഞാൻ അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ വേറൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അത് കുത്തി നിർത്തി സപ്പോർട്ട് ചെയ്യാറാണ് ഞാൻ കൂടുതൽ ചെയ്യാറ്. ബട്ട് സ്റ്റിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് മണ്ണ് അതിൻ്റെ കൂടെ ഓരോ ചെടിയുടെയും മൂട്ടിലിട്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഞാൻ ആവശ്യമില്ലാത്ത ഓരോന്നൊക്കെ അവിടുന്ന് പറിച്ച് കളയാണ്. കൂടുതലും കപ്പയാണ്. ഈ കപ്പ ഇത് എവിടുന്ന് വളർന്നു വരുന്നതെന്ന് അറിയില്ല. കപ്പ മീൻസ് കപ്പയ്ക്കയുടെ മരം, അതാണ് നമ്മളെ ചീനിയല്ല, അല്ലാതെ കപ്പയ്ക്കയുടെ മരം. അങ്ങനെ അതാണ് എല്ലായിടത്തും വളർന്നു വരുന്നത്. അതൊക്കെ ഞാനിങ്ങനെ വെട്ടിക്കളഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴയായി കേട്ടോ. ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഒരു 10-15 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തിട്ടും ഈ മഴ തോരുന്നില്ല എന്ന് കണ്ടപ്പം പിന്നെ എനിക്കകത്ത് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിലിടുന്ന ഡ്രസ്സും അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളും, വീട്ടിലിടുന്ന ഡ്രസ്സ് കൂടുതലും വേറൊരു ബോക്സിനകത്തോട്ട് ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ ഡ്രസ്സൊക്കെ ഓൾറെഡി അടുക്കി വെച്ചിരിക്കുകയാണ്. അടുക്കിയ ഡ്രസ്സ് വേറൊരു ഈ ഒരു ബോക്സിലേക്ക് മാറ്റുകയാണ്. പിന്നെ ആവശ്യമില്ലാത്ത കുറേ ഡ്രസ്സുകളുണ്ടെങ്കിൽ അതും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി വെക്കും. ആവശ്യമില്ല ഉപയോഗിക്കാത്ത ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ ഞാൻ ചിലപ്പം കളയും കേട്ടോ. അത് കഴിഞ്ഞു, ആ പരിപാടികളെല്ലാം കഴിഞ്ഞു. ബോക്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് എനിക്ക് റൂമും കൂടെ വൃത്തിയാക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ റൂം തൂക്കണം, തുടയ്ക്കണം, അത്രയേ ഉള്ളൂ. ഞാൻ എല്ലാ ആഴ്ച വരുമ്പോഴും ഞാൻ തൂക്കുകയും തുടയ്ക്കുകയൊക്കെ ചെയ്യും കേട്ടോ. എന്നാലേ എനിക്കൊരു സംതൃപ്തിയുള്ളൂ. പ്രത്യേകിച്ച് ഈ ഒരു ഓഫ് വൈറ്റ് കളർ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് അഴുക്കാവുമെന്നേ എനിക്കറിയില്ല. ഭയങ്കരമായിട്ട് ഇങ്ങനെ അഴുക്കാവും. അതുകൂടാതെ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നമാണ് ചെള്ള്. അയ്യോ, നിങ്ങളവിടെയൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഭയങ്കര ചെള്ളിൻ്റെ ശല്യമാണ് ഞങ്ങളിവിടെ. ഭയങ്കര ചെള്ളാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് ഈ ഇഴഞ്ഞു പോകുന്ന സാധനങ്ങളുണ്ടല്ലോ, അതാണ് ഈ ചെള്ളെന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ അതിനെ വൃത്തിയാക്കാനുള്ള തത്രപ്പാടിലാണ്. അതായത് അന്ന് ഞാൻ ഏകദേശം 12 തവണ അവിടെ തൂത്തു. അത്രയ്ക്ക് നമ്മൾ ഒന്ന് എല്ലാத்தைയും അടിച്ച് വാരി കഴിയുമ്പം ഒരു 2 മിനിറ്റിനുള്ളിൽ അത് വീണ്ടും ആ സ്ഥാനത്തേക്ക് പോകുന്നേ. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ക്ലീൻ ചെയ്യാനായിട്ട്.
അങ്ങനെ നമ്മളിപ്പം നോക്കുമ്പോൾ ഭയങ്കര ക്ലീനായിട്ട് കിടക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെയാണ്. ആ ഭിത്തിയുടെ മുകളിൽ പ്രത്യേകിച്ച് നമ്മളുടെ ആ സീലിങ്ങിൻ്റെ കോർണറിലാണ് ഈ സാധനം കണ്ട നമ്മളുടെ പെയിനൊക്കെ പോലിരിക്കും. എനിക്കിത് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ നമ്മളുടെ ചെവിയിലൊക്കെ കയറാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അങ്ങനെ അതിന് തൂത്തുവാരൽ തന്നെയാണ് എൻ്റെ കുറച്ച് നാളത്തെ പരിപാടി. അതായത് മഴ പെയ്തതിന് ശേഷമുള്ള പരിപാടി ഇത് തന്നെയാണ്. എല്ലാ ആഴ്ചയും വരിക, ഇത് തൂത്തുവാരുക. ശനിയാഴ്ചയും ഞായറാഴ്ചയും എന്നും ഇത് തന്നെയാണ്. ഇപ്പോൾ ഫ്രൈഡേ ആണെങ്കിൽ അമ്മ ഇത് തൂത്തിട്ട് അമ്മ ഒരുമാതിരി കളയും. ബട്ട് സ്റ്റിൽ സാറ്റർഡേ സൺഡേ വീണ്ടും ഇതുപോലാവുകയാണ്. അപ്പം നല്ല ഒരു പരിപാടി ഇത് തന്നെയുണ്ട്. ഈ ഹോളിലാണ് ഏറ്റവും കൂടുതലും. എനിക്ക് തോന്നുന്നു ഈ വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ടുള്ള സ്ഥലത്താണിത് കൂടുതലും വരുന്നതെന്ന് തോന്നും. കാരണം ഞങ്ങളുടെ വീടിൻ്റെ താഴത്തെ ഫ്ലോറ് ഗ്രീനാണ്. അവിടെ വലുതായിട്ട് എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ടുള്ളിടത്താണ് ഇത്. കണ്ട് ഇത് നമ്മളിങ്ങനെ പറക്കി കളയും. വീണ്ടും കുറച്ച് നേരം കഴിയുമ്പോൾ ഇതുപോലെ ഇവിടെ വീഴത്തില്ല. നമ്മളുടെ ഈ സീലിങ്ങിലൊക്കെയാണ് കിടക്കുന്നത്. അത് കാണുമ്പോൾ നമ്മൾ വീണ്ടും തൂത്ത് ഇടുമല്ലോ. അങ്ങനെ അന്ന് ഏകദേശം ഒരു 12 പ്രാവശ്യം ഞാനവിടെ തൂത്തു. പിന്നെ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്തു. അവിടുത്തെയും വിൻഡോ ഒക്കെ ഞാൻ നന്നായിട്ട് അടച്ചിടും ഇത് കയറാണ്ടിരിക്കാൻ. ബട്ട് സ്റ്റിൽ അത് കയറും. അങ്ങനെ പിന്നെ ഞാൻ ഒഡോണിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം വാഷ്റൂമിലേക്കും റൂമിലേക്കും ഒക്കെ ഇടാൻ പറ്റുന്ന. അപ്പം ഇത് ഒഡോണിലാണ്. മറ്റേ പണ്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഗോദ്രേജിൻ്റെയാണ്. പിന്നെ ഇപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം ഇതിൻ്റെ ഒരു സ്മെല്ല് ചിലപ്പം എനിക്കങ്ങനെ തോന്നും. കൂടെ എനിക്ക് ചിലപ്പോൾ അത് തൂത്ത് കഴിയുമ്പോൾ എനിക്ക് ആ ഒരു സ്മെല്ല് തോന്നും. അതുകൊണ്ട് ഞാൻ ആ ലാമ്പൊക്കെ കത്തിച്ച് വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ അപ്പോഴത്തേക്ക് വൈകുന്നേരം അല്ല കേട്ടോ, രാവിലെയാണ്, സോറി. അങ്ങനെ രാവിലെ കഴിഞ്ഞു. മഴയൊക്കെ തോന്നിയതിന് ശേഷം ഞാൻ വീണ്ടും ആക്രി പറക്കാനായിട്ട് ഇറങ്ങി. ഇതൊക്കെ ഈ ചവറ് ഫുള്ള് ഇനി എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞേ പറ്റുള്ളൂ. ഇത് അവിടെ വാരി വലിച്ചിടുന്നത് ഭയങ്കര എളുപ്പമാണല്ലോ. പിന്നെ ഇതെല്ലാം പറക്കാൻ നടക്കുന്നതാണല്ലോ പാട്. അങ്ങനെ ഒരു മഴയൊക്കെ തോന്നപ്പോഴേക്കും ഞാൻ ആ മുറ്റത്തോട്ട് ഇറങ്ങി വാരി വലിച്ചിട്ടിരുന്ന പറിച്ച് കളഞ്ഞ സാധനങ്ങൾ മൊത്തവും തൂത്ത് അത് തെങ്ങിൻ്റെ മൂട്ടിലോ എവിടെയെങ്കിലുമൊക്കെ ഞാൻ കൊണ്ടിടും. അതൊക്കെ തൂത്ത് കളഞ്ഞു. അങ്ങനെ ആ ഒരു പരിപാടി നടക്കുകയായിരുന്നു. എപ്പം മഴ പെയ്യുമെന്ന് അറിയത്തില്ല. ഇങ്ങനെ വെയിൽ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യും, അതിന് പെട്ടെന്ന് മഴ പെയ്യും. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാൻ പിന്നെ കുളിച്ചിട്ട് എനിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു. അങ്ങനെ ആ പണിയൊക്കെ ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്കൂടെ എപ്പോഴോ ഞാൻ ഫുഡും കഴിച്ചു. രാവിലത്തെയും കഴിച്ചു, ഉച്ചക്കത്തെയും കഴിച്ചു. അത് കഴിഞ്ഞ് അങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ 3:45 3:45 ഞാൻ വീണ്ടും, അതായത് അടുത്ത മഴ പെയ്യുന്നതിന് മുന്നേ തന്നെ എനിക്കിവിടെ തൂക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അത് രാവിലെ തൂത്തെങ്കിലും മഴ പെയ്യുമോ എന്നുള്ളൊരു ഡൗട്ടിൽ ഞാൻ പെട്ടെന്നെല്ലാം തീർത്തു. അതായത് ഈ ചെടിച്ചട്ടിയുടെ ഇടയ്ക്കുള്ള കരിയിലേക്ക് ഞാൻ പിന്നെ ചെയ്യാം എന്നുള്ള രീതിയിൽ ഇട്ടിരുന്നു. സോ അവിടെയൊക്കെ തൂത്തു. അവിടെ എല്ലാം തൂത്ത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗം ഉണ്ടായിരുന്നു. അപ്പം അവിടെയും ഫുള്ള് കരിയിലയും. മഴയാകുമ്പോഴത്തേക്കുള്ള പ്രശ്നം ഇതാണ്, കരിയിലയും വന്നിട്ട് നമുക്ക് തൂക്കാനും ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആ പരിപാടികളൊക്കെ ചെയ്തു. വൈകുന്നേരം ഇത് തന്നെയായിരുന്നു പരിപാടി. അങ്ങനെ അതൊക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പം തൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 4-4:30 ആയിട്ടുണ്ട്. അപ്പം പിന്നെ ഒരു ചായ ഇട്ടാലോ എന്ന് വിചാരിച്ച് ഞാനൊരു ചായ ഇടാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് പുതിയതായിട്ട് ഇവിടെ കൊണ്ടുവന്നൊരു ബ്രാൻഡാണ് കേട്ടോ. ഞാൻ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടതാണ്. വലിയ രസമൊന്നുമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചായപ്പൊടി താജ്മഹലിൻ്റെയാണ്. അത് അത്യാവശ്യം റേറ്റ് ആണെങ്കിലും അത് ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താജ്മഹലിൻ്റെ ചായപ്പൊടി ഇട്ട് ചായ കുടിക്കാൻ. അതിന് ശേഷം പിന്നെ കിച്ചണൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തു, ചായ എടുത്തു. എനിക്ക് വലിയ രസം തോന്നിയില്ല. ഇത് താജ്മഹലിൻ്റെയൊക്കെ നല്ല കുറുകിയിരിക്കും ചായ, ഇത് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എനിക്കും അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും ഒക്കെ ഉള്ള ചായയൊക്കെ എടുത്തു. ഞാൻ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ഞാൻ ബുക്ക് കെയർ ഓഫ് ആനന്ദി ആ ഒരു ബുക്ക് വായിക്കുകയായിരുന്നു. അതിനുശേഷം ഞാനൊരു ഗ്രീൻ ടീ കുടിക്കാമെന്ന് വിചാരിച്ചു. സോ ലിപ്റ്റൻ്റെ ഗ്രീൻ ടീ ഉണ്ട്. അത് വിത്ത് ഹണിയാണ്. സോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോ പഞ്ചസാരയൊന്നും ഇടാതെ അത് കുടിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
അത് കുടിക്കാമെന്ന് ഓർത്തു. ഇതൊരു 6-6:30 ആയപ്പോഴേക്കുമാണ്. ചായയൊക്കെ കുടിച്ച് ചായയൊക്കെ തേച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഗ്രീൻ ടീ കുടിക്കാമെന്ന് വിചാരിച്ചത്. സോ നമ്മൾ വാങ്ങിച്ച ആ പുതിയ കപ്പിനകത്ത് ഈ ടീ ബാഗ് ഇട്ടിട്ട് പിന്നെ നല്ല ചൂട് വെള്ളം ഒഴിച്ച് അങ്ങനെ അതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എൻ്റെ ഗ്രീൻ ടീ റെഡി ആവുകയാണ്. അപ്പം ഗ്രീൻ ടീ അവിടെ റെഡി ആയിക്കോളും. വൈകുന്നേരമായി. എനിക്ക് അത്യാവശ്യം നല്ല ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ, എന്താണെന്നറിയില്ല. അപ്പോൾ ഞാനൊന്ന് ഫ്രഷായിട്ട് വരട്ടെ. ഫ്രഷായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ പണിയുണ്ട്. സോ ഫ്രഷായിട്ട് വരാം. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ക്ഷീണം ഉണ്ടായിട്ട് ഞാൻ നേരത്തെ കിടന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.